വെളുത്ത കതറിനകത്ത് കറുത്ത പൊട്ടായി തൃശ്ശൂരിലെ വിജയം NDAയുടെ വിജയം BJPയുടെ വിജയം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വടകര MP ആയിരുന്നു K മുരളീധരൻ. ആ വടകര MP K മുരളീധരനെ ഒറ്റ രാത്രി കൊണ്ട് തൃശ്ശൂരിലെത്തിച്ച് മത്സരിപ്പിക്കാൻ KPCCയും AICCയും എടുത്ത തീരുമാനം പാളിപ്പോയിരിക്കുന്നു. ആ തീരുമാനം പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം KPCCയിൽ സ്ഥാനാർത്ഥികളുടെ യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ തൃശ്ശൂർ DCC അധ്യക്ഷനെതിരെയും MP TN പ്രതാപനെതിരെയും രൂക്ഷമായ വിമർശനമാണ് K മുരളീധരൻ ഉന്നയിച്ചത്. ഫണ്ട് വിനിയോഗത്തിലടക്കം ഗുരുതരമായ ആരോപണങ്ങൾ മുരളീധരൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ യോഗശേഷം മാധ്യമപ്രവർത്തകരോട് അക്കാര്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിച്ചെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ മുതൽ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. മുരളീധരന്റെ ഔദ്യോഗിക പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് K മുരളീധരൻ പരാജയപ്പെട്ടു എന്നത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തയ്യാറായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രവർത്തകന്മാർ വിമർശനം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും സംഘടനാപരമായ നടപടി തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വീകരിച്ചേ മതിയാകൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്ത കതറിനകത്ത് കറുത്ത പൊട്ടായി തൃശ്ശൂരിലെ BJPയുടെ വിജയം കോൺഗ്രസ് ക്യാമ്പിൽ അവശേഷിക്കുകയാണ്. ആ കോൺഗ്രസിന്റെ ഈ മിന്നും വിജയം സംസ്ഥാനത്ത് നേടുമ്പോഴും ആ തൃശ്ശൂരിലെ പരാജയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക്, വലിയ ചർച്ചകൾക്ക് വേദിയാകും. തൃശ്ശൂരിൽ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ആലത്തൂരിലും പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് ആലത്തൂരിൽ രമ്യ ഹരിദാസും തൃശ്ശൂരിൽ K മുരളീധരനും പരാജയപ്പെടുമ്പോൾ പാർട്ടി തൃശ്ശൂർ DCCക്കെതിരെ വലിയ വിമർശനമുണ്ടാകും. DCC പിരിച്ചുവിടണമടക്കം പ്രവർത്തകന്മാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സംഘടനാപരമായ നടപടിയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലെല്ലാം ഉപരി K മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രംഗത്തെത്തിയതോടുകൂടി വലിയ ആവേശം, തീപ്പാറുന്ന മത്സരമായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. ആ തീപ്പാറുന്ന മത്സരത്തിൽ 3ാം സ്ഥാനത്തേക്ക് K മുരളീധരൻ പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുണ്ടാകും. KPCC യോഗത്തിലടക്കം ഇത് സംബന്ധിച്ച വലിയ വിമർശനമുണ്ടാകും. K മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാകാൻ കഴിയും. എന്തായാലും തൃശ്ശൂരിലെ പരാജയം പെട്ടെന്നൊന്നും മറക്കാനും അംഗീകരിക്കാനും കോൺഗ്രസുകാർക്ക് കഴിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാകും. വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിൽ ഒരു തർക്കവുമില്ല ലിബീഷ്.